ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് തുടങ്ങുന്നത് ഗിന്നസ് മദ്യ കമ്പനിയുടെ ഒരു MDക്ക് തോന്നിയ ബുദ്ധിയാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും 1955 ആദ്യം ഇറക്കുന്നത്. ഇപ്പോൾ 70 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ MDക്ക് ഇങ്ങനെ തോന്നാൻ കാരണം മദ്യ വ്യവസായത്തിലെ വലിയൊരു തകർച്ചയുടെ കാലഘട്ടമായിരുന്നു 1950-കൾ. ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടി അദ്ദേഹത്തിന് തോന്നിയതാണ് വേൾഡ് റെക്കോർഡ്സുകൾ ഉള്ള ഒരു പുസ്തകം ഇറക്കിയിരുന്നെങ്കിൽ അത് വൻ വിജയമാകുകയും വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ചെയ്യുമെന്ന്. അങ്ങനെയാണ് ഈ ഗിന്നസ് മദ്യ കമ്പനിയുടെ ഈ MD ഈ പുസ്തകം തയ്യാറാക്കാൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ, അതായത് ഗിന്നസ് മദ്യ കമ്പനിയുടെ ജീവനക്കാരെ തന്നെ ചുമതലപ്പെടുത്തുകയും അവരാണ് ഇത് മറ്റു ചിലരുമായി സഹകരിച്ചുകൊണ്ട് ഈ പുസ്തകം ഈ 1955 ആദ്യം പുറത്തു വരുന്നത്. ഏതാണ്ട് 100 രാജ്യങ്ങളിലായിട്ട് 40ഓളം ഭാഷകളിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വലിയ വിലയാണ് ഓരോ പതിപ്പിനും. ശരിക്കും പറഞ്ഞാൽ ഈ മദ്യ കമ്പനിയുടെ MDയുടെ ബുദ്ധി സാധൂകരിക്കുകയാണ് ചെയ്തത്. അത് വിജയപരമായി മുന്നേറി. ഇവരാദ്യമൊക്കെ ഇത് സൗജന്യമായിട്ടാണ് കൊടുത്തത്. ബാറുകളിലും മദ്യശാലകളിലുമൊക്കെയാണ് കൊടുത്തത്. കാരണം മദ്യ വ്യവസായത്തെ കൂടി വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യവും. എന്തായാലും രണ്ടും വിജയിച്ചു. ഇന്ന് ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അത് ഇപ്പോൾ അതിൻ്റെ കൈവശം അത് നടത്തുന്നത് കാനഡയിലെ ജിം പാറ്റിസൺ എന്ന ഗ്രൂപ്പാണ്, വ്യവസായ ഗ്രൂപ്പാണ്, ബിസിനസ് ഗ്രൂപ്പാണ്.